കിട്ടിയിട്ടില്ല. ഇപ്പൊ കിടക്ക് കിട്ടില്ല. ഞാൻ കൂടുതൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോകും. കൺവീനർ മധു, സുദേശാണ്. ചിരിക്കൂല, ചിരിക്കണം. ആ ചിരി രാവിലെ തന്നെ ഫുള്ള് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാൽ പഠിക്കും. കുത്തിയാണ് കയ്യിന് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്. സാറില്ല കുടിക്കാനത്ത് കുടിച്ചു തീർത്തിട്ടുണ്ട്. ബാക്കി ആൾക്കാരെ വേണ്ടി വെയിറ്റ് ചെയ്യും. പേര് മറന്നുവേടാ. ടി.പി. സുനിൽകുമാർ ഓർമ്മയുടെ വയസ്സായ കൊണ്ടാ. അപ്പൊ ഇവിടെ വെച്ചിട്ടാണോ പരിപാടി? എന്താ ടൈറിലാണ് വീട്ടിലൊക്കെ പറയുന്നത്. എനിക്കറിയില്ല. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഈ പരിപാടി ബന്ധപ്പെട്ട് സ്വാഗതം പറഞ്ഞ് നമ്മളെ അധ്യക്ഷനായ സുധേഷിനെ ആദ്യം സ്വാഗതം പറയാണ്. അതുപോലെ ഇവിടെ എത്തിപ്പെട്ട ഒരു മിനിറ്റ്, നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ബന്ധപ്പെട്ട മെമ്പർമാർക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ബന്ധപ്പെട്ട് നമ്മളെ എത്തിപ്പെട്ട എല്ലാവർക്കും സ്വാഗതം പറയണം ഈ പരിപാടി ബന്ധപ്പെട്ടിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ചിത്തൻ അതുമാതിരി സെറിൻ ഇവരമ്പക്ക് ഇവിടെ ഇല്ല എങ്കിലും ശരി, ഞാൻ സ്വാഗതം തീർച്ചയായും പറഞ്ഞ ആൾക്കാരവർ നമ്മളോട് ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പായിട്ട് വളരെ അടുത്തൊരു കണക്ഷനുള്ള ആൾക്കാരാണ്. എല്ലാ കാര്യം കൊണ്ടും അവരെപ്പോഴും ബന്ധപ്പെടുന്നത്. ഇത് രാവിലത്തെ സെറിൻ അവൻ്റെ വോയിസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളെ വീഡിയോ ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോസും അയച്ചു കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് സ്വാഗതം പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അധ്യക്ഷ സ്ഥാനത്തുള്ള സുധേഷിനെ പനി ചെയ്യുന്ന അധ്യക്ഷനുണ്ട്. അന്വേഷണത്തിന് ചെറിയ വിഷയം, ചെറിയ പ്രശ്നമായി പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് അവൻ ഈ പരിപാടിക്കില്ല. അപ്പോൾ സുധേഷാണ് ഇപ്പോൾ അധ്യക്ഷനുണ്ട്. സുധേഷൻ ഞാൻ ഈ ബന്ധപ്പെട്ട പരിപാടിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വേണ്ടിയിട്ട് അധ്യക്ഷനായ സുധേഷിനെ ഞാൻ ഈ വേദിക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കണേ കരന്തൽ അനീസാണ് നമ്മളെ കൺവീനർ. അപ്പോൾ ഇതിലിപ്പോൾ കാര്യമായിട്ട് നമ്മളെ പരിപാടികളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഒരു അധ്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞ സംഭവമില്ല. എന്നാലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഒരു സഹപാഠി ജയരാജൻ്റെ മകൻ ആദർശ് സർവീസിലിരിക്കെ വീരചരമം പ്രാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും ചൂരൽമലയിലെ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കും വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് മൗനാചരിക്കാം. കുറച്ച് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു കഴിഞ്ഞ കൊല്ലാണ് ആദ്യമായിട്ട് നമ്മൾ ഒത്തുചേർന്നത്. അതൊരു ഏപ്രിൽ മാസം 21-ാം തീയതി. നമ്മുടെ ബാക്കിയുള്ളവരുടെയും എല്ലാവരുടെയും സൗകര്യപ്രദമാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റി, അതായത് ഫെബ്രുവരിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. ഈ ഫെബ്രുവരിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം ദൂരത്തു നിന്നുള്ളവർ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അതിൽ സുധീർ എത്തി. ബാക്കി ജിത്തനും ഒക്കെ സ്വന്തം കാര്യങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. യാത്രയിലുള്ള ആളാണ്. പക്ഷെ എന്തോ ഈ പരിപാടി പറഞ്ഞപ്പം നേരത്തെ തന്നെ ബാക്കി പരിപാടികൾ ക്യാൻസൽ ചെയ്ത് ഇന്നത്തെ പരിപാടിയിലേക്ക് ഒരു ക്യാമറാമാൻ ആവാന്ന് നമ്മളെ ഉറപ്പ് തന്നു വിടണം. നമുക്ക് അതിന് എൻ്റെ ചിലവ് ചോദിക്കുമോ നമുക്ക് അറിയില്ല, എന്നാലും ചോദിക്കില്ലാന്ന് പ്രതീക്ഷിക്കാം. കമ്മിറ്റിയിലത്തെ ആൾക്കാർ ചോദിച്ചപ്പോഴാണ് എനിക്ക് ആ സംശയം. നമ്മളെ ഈ 40ഓളം ആൾക്കാരുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ. അതിൽ ഗ്രൂപ്പുമായിട്ട് തീരെ സഹകരിക്കാത്തവരുണ്ട് നാട്ടിലുണ്ടായിട്ട് പോലും. അവർ നമുക്ക് ഗ്രൂപ്പിൽ തുടരണോ വേണ്ട എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ. കാര്യം എന്താ വെച്ചാൽ അങ്ങനെയല്ല, ഗ്രൂപ്പിലേക്ക് ഒന്ന് ഒരു ഗുഡ് മോർണിംഗോ അങ്ങനെ ഇത് ഇട്ടില്ലെങ്കിൽ പോലും നമ്മളതൊക്കെ വീക്ഷിക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആൾക്കാർ. നമ്മളെ പരിപാടി 2 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വരുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വേണോ വേണ്ടതെന്ന് നമുക്കൊന്ന് ആലോചിക്കണം. 2, തമ്മിൽ ഫോൺ നമ്പർ സേവ് ചെയ്ത് എത്ര ആളുണ്ട് ഇവിടെ? ഈ 37 ആൾക്കാരും ഫോൺ നമ്പർ സേവ് ചെയ്ത് എത്ര ആളുണ്ട്? ഇവിടെ ഒരാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ
ഒരാള് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്നോട് പറഞ്ഞു ഇന്ത്യയിൽ മെമ്പർ സേവ്ഡ് അല്ല. ആയിക്കോട്ടെ, എന്നാ വേണ്ട രാജേഷ്, NC മുഹമ്മദിന്റെ നമ്പർ ഒന്ന് രാജേഷ് എനിക്ക് വാട്സാപ്പിലോട്ട് പറഞ്ഞുതരോ? അങ്ങനെയല്ല, നമ്മള് ടെക്നോളജിന്റെ കൂടെ നമ്മളെ പഴയ ആൾക്കാരെ ലെവലും കൂടി നോക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ അവരവരുടെ എല്ലാ സഹപാഠികളുടെയും നമ്പർ ഒന്ന് മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാം. എന്താ കാര്യത്തിൽ രണ്ട് താ വേണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മലയാളം നല്ല നമ്മുടെ ജയരാജന്റെ മകൻ ലാൻസ് നായിക് ആദർശ് ജോലി സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അപകടത്തിൽ വീരചർമ്മം പ്രാപിച്ചു. നമ്മുടെ സഹപാഠികളിൽ ചിലർ വീട്ടിൽ പോയി അദ്ദേഹത്തെയും കുടുംബത്തെയും സമാധാനിപ്പിക്കുകയും ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിലെ തീരുമാനപ്രകാരം ഒരു ജോയിന്റ് അക്കൗണ്ട് രാമനാഥപുര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സുദേശ്, അനീസ് എന്നിവരുടെ പേരുകളിൽ 5/8/24 ആരംഭിച്ചു. മറ്റൊരു സഹപാഠി സുരേഷിന്റെ സഹോദരൻ ക്യാൻസർ ബാധിതനായി ചികിത്സയിലായി. ഭീമമായ ചെലവ് വരുന്ന ആ സമയത്ത് ഒരു ചാരിറ്റി ഫണ്ട് രൂപീകരിക്കുകയും അതിലൂടെ 25,000 രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുകയും ചെയ്തു. സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ ഒരു സഹപാഠി സുശീൽ കുമാറിന്റെ പെങ്ങളുടെ വിവാഹത്തിന് ക്ഷണിക്കുകയുണ്ടായി. സുഹൃത്തുക്കൾ അതിൽ പങ്കെടുക്കുകയും ഒരു സ്നേഹോപകാരം നൽകുകയും ചെയ്തു. പ്രസാദിന്റെ നേതൃത്വത്തിൽ ഓണം ബമ്പർ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. 17 ടിക്കറ്റുകൾ അതിലൂടെ എടുക്കുകയും 2,000 രൂപ പ്രൈസ് മണി ലഭിക്കുകയും അത് പൊതു ഫണ്ടിലേക്ക് തിരികെ തരികയും ചെയ്തു. സെപ്റ്റംബർ 28, 29 തീയതികളിൽ നമ്മളൊരു ടൂർ സംഘടിപ്പിച്ചു. ടൂറിൽ നമ്മുടെ മെമ്പർമാരുടെ സജീവ സാന്നിധ്യം അധികം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പങ്കെടുത്തവർ നന്നായി ആസ്വദിച്ചു. പിന്നീട് ജയചന്ദ്രന്റെ അച്ഛന്റെ ദേഹവിയോഗത്തിൽ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. ജനുവരി 5-ന് സുനിൽകുമാർ മകളുടെ കല്യാണത്തിന് നമ്മൾ ഒരു കല്യാണ ഫണ്ട് രൂപീകരിക്കുകയും 10,000 രൂപ പാരിതോഷികം നൽകുകയും ചെയ്തു. ജനുവരി 26-ന് ജിത്തന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായി ഫറൂഖ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം നമ്മൾ ക്ഷണിക്കുകയും നമ്മളിൽ ചിലർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യമാണ് നമ്മളെ ഈ കഴിഞ്ഞ ഒരു കൊല്ലം. ഇനി വരവ് ചെലവ് കണക്കാണ്, അത് അവതരിപ്പിക്കാൻ കണക്കല്ലോ വരവ് ചെലവിന്റെ കണക്ക് ഇങ്ങനെ ഗ്രൂപ്പിലിട്ടുണ്ട്, എല്ലാവർക്കും ആയിരിക്കും. പക്ഷേ പുതിയ കമ്മിറ്റിക്ക് ഏൽപ്പിക്കുമ്പോൾ ക്യാഷ് ബാലൻസും ബാങ്കിലും ഉൾപ്പെടെയായിട്ട് 30,600 നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളൊരു ഫണ്ടിങ്ങിന്റെ ഇതായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് നമ്മളെ മെമ്പേഴ്സിന്റെ അടുത്ത് കളക്ട് ചെയ്ത് ഒരു 37,204 രൂപ കളക്ഷൻ എടുത്തു. അതുപോലെ ബാങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 104 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ലോട്ടറിന്റെ പ്രസാദിന്റെ സംഭവം 2,000. പിന്നെ കളക്ഷൻ ഫ്രം മെമ്പേഴ്സ് പിന്നെ ഒരു ഫണ്ടിങ് നടത്തി അതിൽ 29,300 രൂപ നമ്മൾ കളക്ഷൻ എടുത്തു. അങ്ങനെ ടോട്ടൽ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് 99,108 രൂപയുടെ കളക്ഷനാണ്. അതിൽ നമ്മളൊരു 25,000 രൂപ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. ടൂർ എക്സ്പെൻസിൽ ഷോർട്ട് വന്നു, അതിൽ ഒരു 5,750 രൂപ കമ്പനീൻ്റെ അക്കൗണ്ടിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചാരിറ്റി ആയിട്ട് നമ്മൾ റീത്ത് വെച്ചതിന് ഒരു 400 രൂപ ചെലവ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലക്സ് അഡ്വാൻസ് ആയിട്ട് ഈ ഫംഗ്ഷന് വേണ്ടിയുള്ള ഫ്ലക്സ് അഡ്വാൻസ് 500 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾ അഡ്വാൻസ് ഇതിലേക്ക് ഒരു 1,000 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാരേജ് ഗിഫ്റ്റ് ആയിട്ട് 10,000 കൊടുത്തു. മാരേജ് ഗിഫ്റ്റ് ആയിട്ട് അതുപോലെ 1,080 രൂപ. അങ്ങനെ ടോട്ടൽ ചെലവ് 43,729 രൂപ. ബാലൻസ് ഇനിയിപ്പോൾ ബാങ്കിലായിട്ടും മറ്റു കയ്യിലായിട്ട് ഒരു 55,379 രൂപ ബാലൻസ് നമ്മളെ കയ്യിലുണ്ട്. ബാങ്കിൽ തന്നെയാണ് ഉള്ളത്, ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ടാലിയാണ്. വളരെ സങ്കടത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ അന്ന് ഒരു ഗെറ്റ് ടുഗദർ നടത്തിയ സമയത്തും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഫോട്ടോയും ഇതൊക്കെ ആയിട്ട്
എങ്ങനെ പറയുന്ന അറിയില്ല. ആദ്യം ഈ വീട്ടിലെത്തുമ്പോൾ ഞാനിത് ഞങ്ങളെ കുടുംബ ഗ്രൂപ്പിലിട്ടപ്പോൾ എൻ്റെ മോനാണത് സ്റ്റാറ്റസ് ആദ്യമായിട്ട് ഇട്ടത്. അവൻ എൻ്റെ അകത്ത് പോയതിൻ്റെ ഒരു വേദന അത് ഇതിലൊക്കെ ഞാൻ വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് ഒഴിവാക്കാം. ഞാൻ ഒരുവിധം പരിപാടികളൊന്നും പോവില്ല. പക്ഷെ ഇതിപ്പോൾ ഇതിൽ വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം വന്നു. എല്ലാവരും നന്ദി. ബന്ധപ്പെട്ട ചെറിയ പോകാൻ വരാൻ പറ്റില്ല. അപ്പം എന്നെ വിളിച്ചിരുന്നു മധു എന്താ പ്രോഗ്രാം എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യേണ്ടത്, ഒരു മെമൻറ്റോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ മെമൻറ്റോ ചെയ്തോളി, അതിനുള്ള ആ ക്യാഷ് ജിത്തൻ തരാമെന്ന് നിങ്ങൾ പറഞ്ഞു. അവർ ചെറുന്ന് ഈ കാര്യത്തിൽ ഇത് ബന്ധപ്പെട്ടിട്ട് അവനും അവൻ്റെ പങ്കാളിത്തം എന്തുണ്ട് എല്ലാ കാര്യത്തിലും ഇതല്ല, എല്ലാ കാര്യത്തിലും ഇവർ രണ്ടാളാണ് നമ്മളെ കൊണ്ട് വളരെയധികം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും പോകുന്ന ഒരു മക്കളത്തെ ആൾക്കാർ, കാരണം നല്ലൊരു മനസ്സുകളുടെ ഉടമകളാണ്. ശരിക്കും ഓരോ ക്ലാസ് പഠിച്ചുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഞാൻ പഠിക്കാൻ മോശമായാലും ശരി ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതൊന്നും നടക്കുമെന്ന് തോന്നില്ല. കാരണം സാമ്പത്തികമാണ് എല്ലാ കാര്യത്തിനും അടിസ്ഥാനം. പിന്നെ സൗഹൃദമൊക്കെ ഉണ്ടാവും. ഞാനിത് തമാശ പറഞ്ഞ കാര്യം കേട്ടോ. എങ്കിലും അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം നമ്മൾ നടന്ന് പോകുന്നത് വലിയ കിട്ടലാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ചർച്ചയിൽ വന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ടൂർ സംബന്ധമായ കാര്യം, പിന്നെ വരവ് ചെലവ് കണക്ക്, പിന്നെ നമ്മുടെ 2 പരിപാടി ഇതിന് ശേഷം കഴിഞ്ഞു. അത് നമ്മളെ പങ്കാളിത്തം, അത് പലർക്കും പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികളായിരുന്നു. ഒരു കല്യാണം, പിന്നെ 2 കല്യാണം, ഒന്ന് സുശീൻ്റെ പെങ്ങളെ മോളെ കല്യാണം, പിന്നെ ഒന്ന് അരിസുനിയുടെ കല്യാണം. അതൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും, കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുള്ളൂ. അത് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ ഞാൻ കുറ്റം പറയില്ല, പങ്കെടുക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾ 8 അന്ന് പങ്കെടുക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ ഈ സുശീലിൻ്റെ പെങ്ങളെ കല്യാണത്തിന് പറ്റുന്ന ആൾക്കാർ വരിക. അത് മാത്രമല്ല അതിൻ്റെ ബാക്കിൽ പിന്നെ ഈ പങ്കെടുത്ത ആൾക്കാർ എന്തുകൊണ്ട് നമ്മളെ റിപ്പോർട്ടിൽ വച്ചില്ല, അങ്ങനെ നമ്മൾ മറ്റൊക്കെ വന്ന് വരണം തോന്നുള്ളൂ. അത് വേണം. ഞാൻ അങ്ങനെ അഭിപ്രായപ്പെട്ട ആൾക്കാർ അതിൽ വന്ന ആൾക്കാർ ഇന്ത്യൻ ആൾക്കാർ വന്ന് പങ്കെടുത്തുള്ള പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വരാൻ ഒരു പ്രചോദനം ഉണ്ടാകും. പ്രചോദനമില്ല, വരണം. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞത്. പിന്നെ ആ ചാരിറ്റി സുരേഷിൻ്റെ അതിൽ കണക്ക് പറഞ്ഞാൽ കറക്റ്റാണ്. അതിൻ്റെ കണക്കും ബാക്കി വെക്കണ്ട. ഇനി നമ്മൾ അന്ന് ടൂറിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞ അബദ്ധം വേണ്ട, ഇതന്നെ അല്ലേ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ടൂറിൻ്റെ കാര്യം അങ്ങനെയുള്ള ഒരു തീരുമാനം കൂടി പറഞ്ഞു, അത്രയ്ക്ക് പറയുള്ളൂ. സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ പൊതു ചർച്ച ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാം. അപ്പോൾ എന്തിനാണ് അഭിപ്രായം പറയേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ടൂറ് എല്ലാ വർഷവും നടത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം. നല്ലൊരു സ്പേസ് കാണുക, നല്ല കൂളിംഗ് ആംബിയൻസ് ഉള്ള സ്ഥലം. അഭിപ്രായം വരട്ടെ. ഓക്കെ, നമസ്കാരം. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നില്ല. പിന്നെ ടൂറിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറയാനാണ് പറഞ്ഞത്. ഇനി അതല്ല, ഈ പരിപാടി ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റേതായിട്ട് അധികാരപ്പെട്ട ആൾക്കാർ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പം എന്നെയാണ് ഏൽപ്പിച്ചെങ്കിൽ ഗെറ്റ് ടുഗദർ നടക്കില്ല, ഒന്നും നടക്കില്ല. അതന്നെ ഞാൻ അതിന് മെനക്കെടാത്തതാണ് കേട്ടോ. അപ്പം അല്ല, അവരൊന്നും ഞാൻ എന്ത് ചെയ്യാണ്, അവരെ ആ ഒരു പിന്നെ ഇനിഷ്യേറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതൊന്നും കിട്ടൂല, പറയുമ്പോൾ പ്രശ്നമാണ്, വയസ്സായി. ടൂറിന്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഫാമിലിയിൽ നിന്നല്ലാതെ ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പിന് പോകാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പറയട്ടെ അത് പരിഹരിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് വിചാരിച്ച് ഞാൻ വരില്ല എന്നുള്ളതല്ല. പിന്നെ രണ്ടാമത്തെ സംഗതി എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഒറ്റ മിനിറ്റ്, അത് കറക്റ്റ് ചെയ്യണതിന് ഡൈവോഴ്സ് ചെയ്യണം. അതൊക്കെ വലിയ മെനക്കെടാണ്. അത് കുറെ പ്രശ്നങ്ങളുണ്ട് അതില്. പിന്നെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിതൊരു എന്താ പറയാ, ബിലോ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ ടീമിലുള്ളത്. അല്ല അവരെ മോശക്കാരാക്കേണ്ട, ഞാൻ എന്നടക്കം പറയാണ്. അപ്പം അല്ല, നമുക്ക് വലിയൊരു ഗ്രാൻഡ് അല്ലാതെ ചെറിയൊരു ട്രിപ്പ്, അതായത് വല്ലാതൊരു എക്സ്പെൻസ് വരാത്ത രീതിയിലുള്ളൊരു ചെറിയ ട്രിപ്പ്
പ്ലാൻ ചെയ്യുന്നത് കുറച്ചും കൂടി പാർട്ടിസിപ്പേഷൻ കൂടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഡേയ്സിൻ്റെ പ്രശ്നമല്ല, പറയട്ടെ, ഞാൻ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യണതിൽ എനിക്ക് തോന്നുന്നത്, കാരണം പലരും ആ ഒരു ഇഷ്യൂ കൂടി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു വൈബ് വളരെയധികം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയാണ് എൻ്റെ എളിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അല്ലാത്ത എൻ്റെ എളിയ ഒരു അഭിപ്രായം. താങ്ക് യു. നമസ്കാരം. എനിക്ക് ഈ മീറ്റിംഗ് വന്നപ്പോൾ ആ 88 എന്നുള്ള ആ സംഖ്യയിലേക്കാണ് എല്ലാവരും നമ്മളാ വയസ്സ് ഞാനിവിടെ അങ്ങനെ മീസ അർപ്പിച്ച് 88 ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ഉള്ളവര് അതൊരു സംഭവമാണ്. നമ്മളെല്ലാരും ആ ചെറുപ്പത്തിലേക്ക് പോവുക. അതൊരു മാജിക് നമ്പർ തന്നെയാണ് നമ്മളെ ഈ ഗ്രൂപ്പില്. പിന്നെ ടൂറ് എനിക്ക് വരാൻ പറ്റില്ല. അന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് അന്ന് വരാൻ പറ്റില്ല. അത് വളരെ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും ടൂറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും വരണ്ടേ. പിന്നെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല. അന്ന് ഞാൻ എന്തൊക്കെയോ ഇതായിട്ട് പിന്നെ ഗ്രൂപ്പിൽ ഞാൻ സജീവമല്ല. ഒന്നാമതെന്ന് വെച്ചാൽ ഒരുപാട് ടെൻഷൻ കോളുകൾ വരണോണ്ട് ഈ ഫോണ് ഞാൻ അധികം നോക്കില്ല. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പരിപാടി നടക്കണ്ട, അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഫോണിൽ ഞാൻ മാക്സിമം ഒഴിവാക്കുക ചെയ്യുക. ഓരോരുത്തരും ഓരോ ഇതാണ്. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പും അതേമാതിരി അധികം നോക്കില്ല. അത് വെറുതെ എന്തിനാ ടെൻഷൻ അടിപ്പിക്കണേന്നുള്ള എനിക്ക് ഞാൻ അതുകൊണ്ട് അതങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോക്കാത്തത്. അല്ലാണ്ട് നമ്മളെ നോക്കാം, അതിൽ ടെൻഷൻ ഇല്ലാത്ത ഗ്രൂപ്പാണല്ലോ. എന്നാലും മറ്റേതും കൂടി അതിൽ കടക്കണ്ടെന്നില്ല. പിന്നെ റിയാസിന്റെ എടുത്തിരുന്നിട്ട് 8ാം ക്ലാസ്സിലൊക്കെ എടുത്തിരുന്നപ്പോഴും എനിക്ക് വളരെയധികം ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ലാംഗ്വേജിൽ വളരെ പിന്നി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മലയാളം പദ്യം എന്നോട് ചെല്ലാൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് പദ്യം എന്ന് അറിയിക്കുകയാണെങ്കിൽ 2-3 പ്രാവശ്യം വായിച്ചിട്ടേക്ക് വായിക്കാൻ കഴിയും. ഞാൻ വീട്ടിൽ പോയിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കുന്ന പറഞ്ഞപ്പോ പറഞ്ഞു ഇവന് വിക്കാണ്. ഇവനങ്ങനെ വായിക്കാൻ കഴിയില്ല. അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഇവനാണ്. അത് ഇപ്പോഴും എനിക്ക് ഒരു വിക്കൂല. ഇവന് വിക്കാണെന്ന് പറയാണ്ട് എന്റെ അടുത്തിരുന്ന് ഇവൻ പറയാം. അങ്ങനത്തെ ഒരു സുഹൃത്തിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ജീവിതത്തിൽ മറക്കാനും കഴിയാത്ത ഒരു സംഭവം. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മനസ്സിനെ നമുക്ക് ബാധിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കൂല. അത് ഞാൻ നമ്മളിപ്പോ ഇവിടെ അവനെ കണ്ടപ്പോഴും എപ്പോഴും അവനെ കാണുമ്പോഴേക്കും ആ ഓർമ്മ വരും ആ സംഭവം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ശരി, നന്ദി. എന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, എന്നെ അധികം ആളും പരിചയം ഉണ്ടാവോ എന്നുള്ളൊരു സംശയമുണ്ടല്ലേ? കാരണം ഞാൻ നിങ്ങളെ കൂടുതൽ വരുന്നത് 10ാം ക്ലാസ്സിൽ മാത്രമാണ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വരുന്നത്. അതുവരെ ഞാൻ വേറെ ക്ലാസ്സിൽ നിന്ന് മാറി വന്ന ആളാണ് അല്ലേ? സത്യം എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ ഒരു നോട്ടം കാണലുണ്ട്. അറിയില്ല. ഞാനിപ്പോ അവനെ ഞാൻ ഒരു കൊല്ലം മാത്രമേ നിങ്ങളെ കൂടുതൽ പഠിച്ചിട്ടുള്ളൂ. 9ലില്ല, 10ാം ക്ലാസ്സിൽ മാത്രമേ. അതെങ്ങനെയാ വെച്ചാൽ എങ്ങനെ വന്നതെന്ന് അറിയില്ല. ഞാൻ മാത്രം അങ്ങനെ വന്ന് പെട്ടുപോയതാ നമ്മുടെ ക്ലാസ്സിൽ. നല്ല പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കണം. അതാകുമ്പോൾ ഒന്നുകൂടി ഒരു കളർഫുള്ളായി. എല്ലാവർക്കും പല പല ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമുക്കൊക്കെ 50 വയസ്സ് കഴിഞ്ഞു. ഇനിയും സമയം നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. ഇനിയൊന്നും മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ജീവിത പ്രശ്നങ്ങൾ ഒരിക്കലും തീരൂല. കാരണം നമ്മൾ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിലെ തിര എന്നും അടിച്ചുകൊണ്ട് നിൽക്കും. അത് മുറിച്ച് കിടക്കുന്ന തോണിക്കാരനെയാണ് നമ്മൾ നോക്കേണ്ടത്. അതെന്നും ഉണ്ടാവും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒടുങ്ങിയ ഒരു നേരം ഉണ്ടാവില്ല. വളരെ അപൂർവം ചിലർക്ക് എന്നാലും ഉണ്ടാവും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ദിവസം നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഏതാണ്ട് ഉച്ച ആയി. ഇനിയിപ്പം അധിക ദൂരമില്ല. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാനായി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടാനും അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പ് സംഘടിപ്പിക്കാനും അതിൽ റിയാസിന്റെ ഈ കോലം പിടിച്ചിട്ടുള്ള ഈ പരിപാടിയും ഒക്കെ ഒരു കളർഫുള്ളാവും. ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളൂ. നല്ല പരിപാടിയാണ്. ചില പരിപാടികൾക്ക് ഈ പറഞ്ഞ കല്യാണത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ സുശീലിന്റെ പരിപാടി ഞാൻ ഓർമ്മയില്ല. എല്ലാവർക്കും നമസ്കാരം.
നമ്മളെ എക്സിക്യൂട്ടീവ് മെമ്പറിലുള്ള എല്ലാവർക്കും, കാരണം പേരെടുത്ത് പറയുന്നില്ല, നമ്മളെ ടീമിലുള്ള എല്ലാവർക്കും ആർദ്രമായ നമസ്കാരം. ഓക്കെ, നമ്മളെ 36 കൊല്ലം ഒരു വല്ലാത്തൊരു ടൈമാണ്. അത് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ഫാസ്റ്റായിട്ട് പോയ മാതിരി തോന്നുന്നത് എല്ലാവർക്കും. കാര്യം നേരത്തെ ഇതിന് മുന്നേ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു ലേഡീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴോ ചെയ്തിരുന്നു, അടിച്ചു പിരിഞ്ഞിരുന്നു, അത് വേറെ വിഷയം, മനസ്സിലായോ? പക്ഷെ നമ്മളെ ഫാമിലിയിൽ ശരി, വൈഫ് ഇപ്പോഴും പറഞ്ഞു പൊയ്ക്കോളൂ എന്നുള്ളത്. കാര്യം ലേഡീസ് ഇല്ല. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എല്ലാവരും കേസാണത്, അല്ലെ? ഫാമിലിയിലുള്ള എല്ലാവരും കേസാണ് ഞാൻ പറഞ്ഞത്. കാര്യം ലേഡീസ് ഇല്ലാത്തതുകൊണ്ട് അവർ ഫുൾ ഹാപ്പിയാണ്. പക്ഷെ എന്നോട് ഇന്നിപ്പോ ഞാൻ പോരുമ്പോ വൈഫ് എന്നോട് പറഞ്ഞു, അല്ല നമ്മളെ കൂടെ പഠിച്ച ആളല്ല, ഷീബ എന്നുള്ള പേരില് രാമേന്ദ്രന്റെ ആണ്. അത് നമ്മൾ പറയാനോ. അപ്പൊ ഇതില് ഇന്നിപ്പോ പോരെ നേരത്തെ വൈഫിനോട് പറഞ്ഞു ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഞാൻ പറഞ്ഞത് നോക്കാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എല്ലാരും ആണെന്ന് തോന്നുന്നു, നമ്മള് ടൂർ പ്രോഗ്രാമിൽ ഒരിക്കലും ഫാമിലി അത് നടക്കാൻ സാധ്യതയില്ല. അത് നമ്മൾ തന്നെ പോകാണത്. പക്ഷെ ഈ ഒരു കേസ് നമുക്ക് ചെയ്യാം. ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമില് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം നമുക്ക് വേറൊരു ടൈമിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒരു റിലേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. കൂടാതെ നമ്മളെ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ തുടർന്ന് പോകണം. പലരും ഇതിന് മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇനിയുള്ള നമ്മളെ പ്രോഗ്രാമിൽ എല്ലാവരും ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പം വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഭിപ്രായം പറയാനുള്ളത് എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടടുത്ത കോഴിക്കോട് തന്നെയാണ് ടൂർ പോയത്. അപ്പോൾ നമുക്കൊരു പ്രത്യേകത ഒന്നും തോന്നില്ല, തൊട്ടടുത്ത സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ഇനി പോണ ടൂറ് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് ദൂരത്തേക്ക് യാത്ര ചെയ്ത് പോകാനുള്ളൊരു ആണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ അടുത്ത് വരുന്ന എക്സിക്യൂട്ടീവിൽ പുതിയ നമ്മൾ ഇപ്പോഴത്തേക്കാട്ടും കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ആൾക്കാർ കടന്നു വരണം, നല്ല ഗ്രൂപ്പ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് തന്നെ എല്ലാവരും ഒന്നും ചിലപ്പോൾ ആക്റ്റീവ് ആവാറില്ല. അപ്പം പുതിയ എക്സിക്യൂട്ടീവിലേക്ക് ഇപ്പം നമ്മളെ ഗ്രൂപ്പിൽ എക്സിക്യൂട്ടീവ് അല്ലാത്ത ആൾക്കാരെ കൂടെ പുതിയതായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ എക്സിക്യൂട്ടീവ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും വളരെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ കണ്ടത്, ഈ വർഷം ഇതുപോലെ എല്ലാവരും കാണാൻ പറ്റി. മറ്റ് പല പരിപാടികളും ഞാൻ അധികം പോകാറില്ല, പൊതുവെ ഒരു മടിയനാണ്. പക്ഷേ ഈ പരിപാടിക്ക് വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരേ പ്രായക്കാരാണ്, പിന്നെ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വലിയ സൂയൊന്നും ഉണ്ടാവുന്നില്ല, എല്ലാവരും ഹാപ്പിയാണ്, ഒരേ പ്രായമാണ്, 50 കഴിഞ്ഞവരാണ്. നമുക്ക് എന്തും കളിക്കാനോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ടൂറ് സംഘടിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡൽഹിയിലൊക്കെ പോകാൻ നന്നായിരുന്നു. അവിടെ സുമേഷൊക്കെ ഉണ്ട്, കാരണം കുറച്ച് ദൂരെ ആയിട്ട് അല്ല അങ്ങനെ കുറച്ചൊരു ഇതായിട്ട് എല്ലാം കുറച്ചും കൂടി പോകണ്ടാവും നമുക്ക്. കാരണം നമുക്ക് യാത്രയൊക്കെ ആയിട്ട് കുറച്ചും കൂടി രസമായിരിക്കും എന്ന് വിചാരിക്കും. ഏതായാലും ഇതുപോലത്തെ പരിപാടികൾ ഇടയ്ക്ക് സംഘടിപ്പിക്കുക. അതുപോലെ ഫാമിലിനെ കൊണ്ടുവരുന്ന കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് നല്ലൊരു ഹോളിഡേയ്സോ മറ്റോ ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു 1 ഡേ ഒരു ഈവനിങ്ങിൽ ഒരു ലഞ്ചോ മറ്റോ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് നല്ലതാണ്. കാരണം പരസ്പരം അറിയാൻ പറ്റുമല്ലോ എല്ലാവർക്കും. ഏതായാലും ഇങ്ങനെ ഒരു അവസ്ഥ നൽകിയത് നന്ദി, താങ്ക് യു. മാറ്റി പിടിച്ചതാ തീരുമാനിക്കാൻ പോവുക, വേറെന്താ ആലോചിക്കാനുള്ളത്? അത്രേ വേണ്ടുള്ളൂ. കുറെ അഭിപ്രായം വന്നാൽ കുറെ ലോങ് ആയി പോകും. ഒരു ഡേറ്റ് മിസ്റ്റേക്ക് അങ്ങ് പോയി വിടുക, അതാണല്ലേ എല്ലാവർക്കും. പ്രദീപ്, സുധീർ, ഹരി, ജയറാം, നോ, സുരേഷ്, സുഗതൻ, ജയറാം, മധു, പിന്നെ ഷാജി, ജയേഷ്, എല്ലാ ടീം എല്ലാം മനസ്സിൽ വേണം, മെമ്മറിൽ വേണം. ജയേഷ്, I have you too. Okay? പിന്നെ എന്നെ കൊയിലാണ്ടി, പിന്നെ ഇപ്പൊ ജയേന്ദ്രൻ ഉണ്ടാവും. എല്ലാവരും വരാം, ഒക്കെ ആളെ മനസ്സിലാക്കണം. അന്യനി ഒക്കെ ഉണ്ട്. പിന്നെ പടച്ചോനെ സുഷിയാണ്.
പിന്നെ എന്താ കാര്യം എന്നെ പറഞ്ഞടാ ഇത് സുദേശം പറഞ്ഞില്ല. സുദേശിനോ? ആ ഐ ഡോണ്ട് നോ. ജയേഷൻ മൂപ്പൻ മൂപ്പനോട് ജയേഷൻ അപ്പൊ റിയാസേ എന്താ നമ്മളെ ഇതൊരു കൂടിക്കൂടെ അടുത്ത കൊല്ലം ആരുണ്ടാന്ന് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ നെക്സ്റ്റ് ഇയർ ഐ എം നോട്ട് കമ്മിങ് ഹിയർ. ഓക്കെ, ഇവിടെ വരില്ല. പള്ളി വീർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന്റെ സ്ലിം ബോഡിയാണോ എന്ത് പറ്റില്ല. സ്ലിം ബോഡി മധു എന്താ പറഞ്ഞ് ദോശ കൊച്ചു കള്ള. അപ്പൊ അങ്ങനെ പറഞ്ഞ മാതിരി എന്തായാലും വേണ്ട ഈ പരിപാടി ഇതിപ്പോ 34 ആൾക്കാരുണ്ട്. ഇതിന്റെ കണ്ണിൽ കാണുന്നത് 34 ആൾക്കാരുണ്ട്. ദിനേശ് ഞാൻ പറഞ്ഞല്ലോ. I like you. You give me my watch, okay? After, okay. ഇന്നെ പഠിച്ച കുഞ്ഞിമാസ ഇംഗ്ലീഷ് A+B all score സമം A score plus 2 B score. യാസിമേ എനിക്ക് ഡോണ്ട് മൈൻഡ്. എനക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഡോണ്ട് മൈൻഡ്. ഓക്കെ, യു കം വിത്ത് മീ. യു ജാവോ കം ഓൺ. യു കം വിത്ത് മീ. Nothing official about it, okay? Hi, Royalganj, okay? ഞാൻ തപ്പി പിടിച്ചിട്ട് കൊയിലാട്ടി പോയിട്ട് പിടിച്ചിട്ട് എന്താണ് നമ്മളാരും പഠിക്കുന്നത്? ഇതാണ് കളി കണിമകൾത്ത. ആരൊക്കെ മരിച്ചാലും മരിച്ചില്ലേ ഇതില് അരിയാ ഓർമ്മണ്ടാ? സുധീർണല്ലേ? പ്രതിദിനെ മറക്കൂല. പ്രതിദിനെ ഒരിക്കലും മറക്കൂല. സുധീറിനെ മറക്കും. എന്നുവെച്ചാല് എനിക്ക് പണി കിട്ടിയാ അവന്റെ കാലം കൊണ്ട്. പാരീസ് മാസം എനിക്ക് പണി നിന്ന് ഉറപ്പല്ലേ? സുധീർ അത് പാരീസ് മാസം എനിക്ക് കണക്കിന് ഇത് കിട്ടിയപ്പോ സുധീർ എന്ത് ചെയ്തിച്ചാല് കണക്കിന് A+B ഓസ്കർ സമ്മ ഇടങ്ങന്തക്ക് ചേരാൻ നയിച്ചിരിക്കണ്ട. അനക്കും പണിയുണ്ട്. അത് കാര്യം മസാലേ. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? മൈക്ക് കൈകാര്യം ചെയ്യണ്ട്. അവന്റെ ഒപ്പിട്ട് കൊടുത്തല്ല ഞാൻ സ്കൂളിലെ. ഹലോ യാസിം, ഹലോ എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ മാതിരി നമുക്ക് ഇവിടെ അടുത്ത് തുടങ്ങി പോയാൽ പോരാ ടൂറ്. നമ്മൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സുമേഷ് അവിടെ നിന്ന് കണ്ട് പോരും പേടിച്ചിട്ട്. അതുപോലെ പ്രകൃതി വല്ലാതെ കോസ്റ്റില്ലാത്ത നേരത്തെ പറഞ്ഞ മാതിരി സാമ്പത്തികമായിട്ട് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തീരുമാനിച്ചിട്ട് ചെയ്യാം. ഇല്ല 8 ദിവസം വരണ മാതിരി. പിന്നെ ഫാമിലി ആരോ നേരത്തെ പറഞ്ഞ അസീസ് ആരോ പറഞ്ഞ മാതിരി അത് നമുക്ക് വേറൊരു കൂടിച്ചേരലാക്കാം. ടൂറ് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് എന്റെ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ചൊരു ബുദ്ധിമായിരിക്കാം. മോശമാക്കി പറയണ്ട. ഫോട്ടോ വരെ ഫ്രെയിം ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് പോയാൽ നിൽക്കുന്നത്. ചില്ല് മുഴുവൻ പൊട്ടിപ്പോവാണ്.
ശങ്കർ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ ഇങ്ങനെ തട്ടിമുട്ടി പോകണേ, 50 വയസ്സായല്ലോ, ഇങ്ങനെ പോട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ആദർശന്റെ ഒരു കാര്യത്തിലാണ് ഇപ്പം യാഷിമ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൽ വളരെ വികാരഭരിതമായിട്ട് ജയരാജ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയാണ്, ജയരാജിന്റെ മാത്രം സങ്കടമായിട്ട് അത് കരുതേണ്ടതില്ല. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി മകനാണ് അവൻ. നമ്മളെല്ലാവരും മാത്രമല്ല, ഈ ഒരു ഭാരതത്തിന്റെ ഒരു പുത്രനായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്വന്തം ഒരു പേഴ്സണൽ ദുഃഖമായിട്ട് മാറുക നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ദുഃഖമാണ്. അപ്പം അങ്ങനെ തന്നെ കരുതുക. ഓക്കെ, എന്തായാലും നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ സുദേശേ? പിന്നെ നമ്മള് ടൂറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടൂറിന്റെ കാര്യം അതിന് മുമ്പേ നമ്മൾ കുറച്ച് പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തി. ഈ ഒരു കൊല്ലം കൊണ്ട് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നടത്തി. അത് കല്യാണം ആവട്ടെ, നമ്മളെ ചികിത്സാ സഹായം ആവട്ടെ, നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു നമ്മളെല്ലാവരും കൂടി കമ്മിറ്റ്മെന്റ് കൊണ്ടും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റിയത്. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പ് വന്നതിനുള്ള കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ചുകൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് നമ്മളിത് കാണുന്നത്. അതുപോലെ പിന്നെ ടൂറിന്റെ കാര്യമാണ് നമ്മൾ ചർച്ചയിലേക്ക് വന്നത്. പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ഡൽഹിയിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. സാമ്പത്തികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ രാവിലെ പോയിട്ട്, അന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ പോയിട്ട് തിരിച്ച് പിറ്റേന്ന് വൈകുന്നേരം വരുന്ന രീതിയിൽ ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് ഓക്കെ ആവുമ്പോൾ കുറച്ചും കൂടി നന്നാവുമെന്ന് വിചാരിക്കും. അതിനോട് സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ആരെങ്കിലും സജഷനൊക്കെ ഉണ്ട്, നമുക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, താങ്ക് യു. മെയ് മാസം 10-ാം തീയതിയാണ് എൻ്റെ മകൻ എന്നെ വിട്ടുപോയത്. അപ്പൊ 2025 മെയ് മാസം 10-ാം തീയതി എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ചാരിറ്റി എൻ്റെ മകന്റെ പേരിൽ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാല് മെയ് 10-ാം തീയതി കഴിഞ്ഞാല് സ്കൂൾ തുറക്കുന്ന ഒരു അവസരം വരുന്നുണ്ട്. കാരണം ജൂൺ 1-ാം തീയതി ആ സമയത്ത് വളരെ നിർദ്ധരായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ എൻ്റെ മോന്റെ ആ മെയ് 10 എന്നുള്ള ദിവസം ആ ഒരു ചടങ്ങില് അങ്ങനെയുള്ള ഏറ്റവും നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ 3 വാർഡിലും ഞാൻ ഈ സംഭവം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ ഇതിൽ എനിക്ക് പിന്നെ തോന്നുന്നത് വെച്ചാൽ അവനെന്നും എല്ലാവരിലും നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയാണ്. ഓന്റെ പേരിൽ ഒരു ചെറിയ ഒരു ചാരിറ്റി അത് പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൂടുതൽ ആരെങ്കിലും അത്രയും നിർദ്ധരായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരണ്ട, അത് അതിൻ്റെതായ ഒരു ഇത് നമ്മൾ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി തരികയാണെങ്കിലും അത് നമ്മളെ അയൽവക്കത്തുള്ള വാർഡ് മെമ്പർമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവസം അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മകളിലൂടെ അല്ലേ, ഓർമ്മകളിലൂടെ സ്നേഹത്തിന്റെ വഴി താണ്ടി നമ്മളിവിടെ എത്തിപ്പെട്ടത് തീർത്തും മനസ്സുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്തിപ്പെട്ട ഒരു അവസരമില്ല, ആവശ്യമില്ല. നമ്മൾ എത്തിപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 2 വർഷത്തിനുള്ളിലാണ് ഇത്തിരി കൂടുതൽ അടുത്തത്, പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം അല്ലേ. തീർച്ചയായിട്ടും ഓർമ്മകളും സ്നേഹവും തന്നെ ആയിരിക്കണം ഈ കാരണം. പിന്നെ ടൂറും കാര്യങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്തു. അത് ഞാനൊരു ഉൾപ്പെടുന്നില്ല, കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം പറയാം, എല്ലാവർക്കും പിന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ, സൗകര്യപ്പെടുന്ന രീതിയിൽ അതിനെ പിന്നെ കോർഡിനേറ്റ് ചെയ്യുക, മുന്നോട്ട് വരാൻ നോക്കുക. പിന്നെ നമ്മുടെ ഇടയിലൊരു എന്താ പറയുക, ഇടപഴകലിൻ്റെ കുറച്ചൊരു ഒരു പോരായ്മ ഉണ്ടോ സംശയം. നേരത്തെ സൂചിപ്പിച്ച മാതിരി, വിജയൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കുക. അതിനോട് നമ്മുടെ കൂടുതൽ നമ്മുടെ സൗകര്യങ്ങളനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഇടപഴകി നമ്മളെ മുന്നോട്ട് കുറച്ചുകൂടി പാർട്ടിസിപ്പേഷനെ കൂട്ടി നമ്മളെ എന്താ പറയുക ബാധ്യതയെ കൂട്ടി മുന്നോട്ട് വരാൻ നോക്കുക. എന്തായാലും ഈ കൂട്ടായ്മ ഇതിന് ശക്തമായിട്ട് ഇതിന് നല്ല രീതിയിൽ വളരെയധികം മുന്നോട്ട് പോട്ടെ. നമ്മുടെ സായന്തനങ്ങളിൽ ഈ ഇവിടെ സൂചിപ്പിച്ച മാതിരി നമ്മൾ മധ്യാഹ്നം കഴിഞ്ഞ് സായന്തനങ്ങൾ എത്തിയിരിക്കുന്ന സമയത്ത് ഒരു താങ്ങും തണലായി ഒരു കൈത്താങ്ങനെ നമ്മുടെ ഉണ്ടാവുന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, ആവശ്യമുള്ളൊരു കാര്യം. ഈ ഒരു സാഹചര്യങ്ങളിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനൊരു എന്താ പറയുക, ഈ കൂട്ടായ്മ അതിനൊരു താങ്ങായി നിൽക്കുന്നുള്ളത് തോന്നുന്നു. ഓർമ്മകളുടെ വഴികളിലൂടെ, സ്നേഹത്തിന്റെ വഴികളിലൂടെ നമുക്കത് സാധിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. പിന്നെ ടൂറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ ഈ കൂട്ടായ്മ നിലനിർത്തണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക്
ഒരു കൂടിച്ചേരൽ എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കൂടിച്ചേരാന്ന് പറഞ്ഞാൽ എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ടൂറുകളൊക്കെ സംഘടിക്കുമ്പോഴാണ് നമ്മൾ കൂടിച്ചേരാൻ കഴിയുന്നത്. ഞാൻ പൊതുവെ പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കാത്ത ഒരാളാണ്. അതായത് തിരക്കല്ല, തിരക്ക് വിചാരിച്ച എന്താ എനിക്ക് ഇത്ര തിരക്ക് എല്ലാവരും ചോദിച്ചു. പക്ഷേ ഞാനങ്ങനെ അതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വല്ലാതെ ആക്റ്റീവ് ആകാത്തത്. പിന്നെ ടൂറുകൾ സംഘടിക്കുമ്പോൾ നല്ലൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്നാൾ പോയത് ഒരു പരാജയമായിരുന്നോ എന്നൊരു ഡൗട്ട്. എന്താ വെച്ചാൽ അത് അത്രയൊന്നും ശരിയായില്ല എന്നുള്ള ഒരു കണക്കൂട്ടൽ. അതൊക്കെ അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. നമ്മൾ ഫസ്റ്റത്തേതായി താഴെയോട്ടായിട്ട് ചെറിയൊരു പരാജയം വന്നിട്ടുണ്ടാവുക. ഇനി നല്ല ടൂറുകൾ സംഘടിപ്പിക്കണം, എന്നാലേ നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഇതുണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരാവശ്യം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് നല്ലൊരു ഗ്രൂപ്പ് തന്നെയാണ്. കാരണം വളരെ സന്തോഷത്തോടെ എല്ലാവരും ഒരേ മനസ്സോടു കൂടി പോകുന്ന വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പ്. എനിക്ക് അനുഭവപ്പെട്ടവർ വളരെ സന്തോഷത്തോടെയാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട്. അതിന് പിന്നിൽ ഇതിൻ്റെ ചില ഭാരവാഹികളൊക്കെ നല്ല പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊരു പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. കാരണം പല പ്രയാസത്തിൻ്റെ ഇടയിലും അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ ടൂറൊക്കെ എങ്ങനെയാ വെച്ചാൽ സൗകര്യം പോലെ ഒരു വൺ ഡേ ആണ്. അന്ന് പുലർച്ചയ്ക്ക് പോയി അന്ന് രാത്രി എത്തുന്നതോ എങ്ങനെയാണെങ്കിലും നല്ല ഒരു സ്ഥലം കണ്ടെത്തി പോകുന്നതിന് ഞാനും റെഡിയാണ്. അന്നത്തെ ടൂറ് കുറേ പരിമിതികൾ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ തീരുമാനിക്കാൻ ഞാൻ എല്ലാത്തിനും റെഡിയാണ്. എല്ലാവർക്കും ഹായ്. പിന്നെ ഈ ടൂറിന്റെ കാര്യം തന്നെ ആദ്യം പറയട്ടെ. കഴിഞ്ഞ ടൂറിൽ പോയ ആളാണ് ഞാൻ. ഇവിടെ അടുത്ത് തന്നെ ആണെങ്കിലും ശരി, അത് വലിയൊരു തൃപ്തിയായിട്ട് തോന്നില്ല. എന്നാലും ഞാൻ എൻജോയ് ചെയ്തേക്കണ്. പിന്നെ എനിക്ക് ഈ ടൂർ കഴിഞ്ഞ് വന്നിട്ടും ഒരു സംശയം ബാക്കി കിടക്കുന്നുണ്ട്. നട്ടപ്പതിരക്ക് റിയാസും സുശീലും മുങ്ങിയത് എങ്ങട്ടാന്നുള്ളത് ഒരു സംശയമായിട്ട് ഇപ്പോഴും ഞാൻ മനസ്സിലിങ്ങനെ കിടക്കാണ്. അത് എന്തിനു വേണ്ടി പോയിരുന്നുള്ളതൊക്കെ ഓല് പറയാന്നുള്ളത് പറയാൻ പറ്റില്ല. അതിനല്ല റിയാസോടെ പറഞ്ഞിട്ടില്ല. ഇനി റിയാസ് പറയല്ലോ, അതിന്റെ കൂടെ പറയായിരിക്കും. അടുത്ത ടൂറ് എവിടേക്കായാലും ഞാൻ ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഇന്നിപ്പോ ഞാൻ നിങ്ങളെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ ഭാര്യ വീട്ടിലൊരു പരിപാടി നടക്കുകയാണ്. അവിടെ ഒരു കുടുംബസംഘമുണ്ട്. ഞാൻ അതില് ഭാര്യനെയും മോളെ അവിടെ കൊണ്ടാക്കി പോരാണ്. പിന്നെ അതിന്റെ പുറമെ ഞാൻ ഓട്ടോയിലെ ഒരു തൊഴിലാളിയാണ്. ഇന്ന് ഞങ്ങളുടെ ട്രേഡ് യൂണിയന്റെ ജില്ലാ സമ്മേളനം കോഴിക്കോട് മുതലക്കാട് മൈതാനത്തിൽ നടക്കുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളെ കാണാനൊക്കെ കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ടൂറിന് ഏതായാലും ലേഡീസിനെ ഉൾപ്പെടുത്തി പോട്ടെ. കുടുംബ ഇത് നമ്മളെ മീറ്റിങ്ങിനാണെങ്കിൽ ലേഡീസൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ എല്ലാരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് 53 വയസ്സായാല് ഒളിച്ചോടി. ചിലപ്പോ എപ്പോഴും സഹപാഠികളായിക്കോളുന്നില്ല. ഒരു പേടിയുണ്ട്. അപ്പൊ ഇനി ഓട്ടോക്കാരുടെ അപ്പുറം പോകുന്ന അതിനെ കൊണ്ട് ഇത്രയൊക്കെ പറയാനുള്ളൂ. ടൂറിന് പോരാൻ ഞാൻ തയ്യാറാണ്. വൺ ഡേ ആയാലും 2 ഡേ ആയാലും ഒക്കെ. മാറ്റേണ്ട ആവശ്യമുണ്ട്. പുതിയ കമ്മിറ്റി രൂപീകരിക്കണം. അപ്പൊ എന്താ മുൻകൂട്ടി പറഞ്ഞാല് ആലോചിച്ച് ഓരോരുത്തരെ പാടില്ല. അപ്പൊ മുൻകൂട്ടി പറയാൻ കാരണം വെച്ചാല് എക്സിക്യൂട്ടീവ് മെമ്പർമാരെ മാറ്റുന്ന കമ്മിറ്റി, പുതിയ കമ്മിറ്റി രൂപീകരിക്കണം. എന്താ പറയുക, അടുത്ത കമ്മിറ്റിക്കായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ ചുമതല ഏൽക്കേണ്ട ആവശ്യമാണ്. അത് നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. അതാ മുൻകൂട്ടി പറയാൻ കാരണം. പിന്നെ ഈ ഫാമിലി ടൂർ പോകണ എനിക്ക് ചെയ്യാൻ വിജയിപ്പുണ്ട്. അത് പറയാൻ പറ്റില്ല. ഒന്ന് പ്രതിഫല കാര്യമൊക്കെ പറയാനുള്ളത്. ഓരോ ഫാമിലി ഇല്ല, അതിപ്പോ ആരെ കൂട്ടുന്നുള്ള അഭിപ്രായം നോക്കുന്നത്. രണ്ടാമത് നമ്മൾ ഈ ചുറ്റുപാടായിട്ട് ഫാമിലി പോയാൽ നമ്മൾ ഫാമിലിയായി പോയാൽ വളരെ പ്രശ്നങ്ങളുണ്ടോ. അതുകൊണ്ട് ഫാമിലി ആയിട്ട് ഇപ്പോൾ പോകാൻ നല്ല എനിക്ക് അഭിപ്രായമുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു മറുപടി കേട്ടോ, നിങ്ങൾ ഈ ഫാമിലിയെ പോകണ ഒരു കാര്യം പറഞ്ഞപ്പോൾ മറുപടിയായി പറഞ്ഞേ. അപ്പം അത് എനിക്കൊരു യോജിപ്പായ കാര്യത്തിലുണ്ട്. വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. കമ്മിറ്റി രൂപീകരണത്തിന് ഒരു
കമ്മിറ്റി രൂപീകരണത്തിൽ എനിക്കൊരു അഭിപ്രായം എന്ന് പറഞ്ഞത് ഈ മൊത്തം കമ്മിറ്റി മാറ്റണമെന്നില്ല. ഈ കമ്മിറ്റി ഒരു തുടർച്ചയായിട്ട് പോവേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള സ്ഥാനത്ത് ഇരുന്ന ആൾക്കാർ അത് തുടരട്ടെ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരെ ഓപ്റ്റ് ചെയ്താൽ മതി. അത് മാറ്റിയാൽ മതി. മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അത് ഇതിന്റെ തുടർച്ച ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് ഇത് നമ്മുടെ കമ്മിറ്റി തുടർച്ചയ്ക്ക് നല്ലത് എക്സിക്യൂട്ടീവ് അങ്ങനെയായിട്ട് പോയിക്കോട്ടെ. ഈ നമ്മളെ ഈ ഒരു റെയിലിംഗിൽ എത്തിക്കാനേ ഈ ഒരു കമ്മിറ്റിയും ഈ ഒരു കൂട്ടായ്മ ഒരു റെയിലിംഗിൽ എത്തിക്കാൻ ഒരുപാട് കഠിന ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് വേറൊരു മൊത്തം മാറുമ്പോൾ നമുക്കൊരു ഡിസോർഡർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ആൾക്കാരൊക്കെ തുടർന്നിട്ട് അതിലേക്ക് പുതിയ ആൾക്കാരെ ഓപ്റ്റ് ചെയ്താൽ മതി. കമ്മിറ്റി 2 കൊല്ലാണ്. അല്ല ഈ കമ്മിറ്റി ഇപ്പൊ നിലവിൽ നിൽക്കുന്ന കൺവീനർ തുറന്നു പോട്ടെ. ഇപ്പം നിലവിലുള്ള മധു കൺവീനറായിട്ട് തുടരും. ഞാനും മനോജും എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിന്നിട്ട് പകരം വിജയകുമാറും സുധീറും കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവിൽ വരും. പക്ഷേ ഇവിടെയുള്ള ആളുകളെ വേണ്ട, മറ്റുള്ള കോർഡിനേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. കോർഡിനേഷന്റെ അങ്ങനത്തെ ഒരാൾ വേണം. ഞങ്ങൾക്ക് അന്ന് പ്രശ്നമുള്ള കാര്യത്തിൽ മധു ഞാനൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഉള്ളവര് മാറാനുള്ള കാരണം എനിക്ക് വേറെ ചില ബാക്കിയുള്ളവരൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരാ. ഇപ്പൊ നിലവിലുള്ള അവിടെ നിന്നോട്ടെ സുധീർ തുടരാം, വിജയനും തുടരാം. മനോജ് പറഞ്ഞ അവിടെ ദൂരെയാണ്. പലപ്പോഴും മനോജിന് ഗ്രൂപ്പിൽ എക്സിക്യൂട്ടീവിൽ വരാൻ പറ്റാത്ത പ്രശ്നം വരാറില്ല. അപ്പൊ ദൂരല്ലേ. അപ്പൊ രണ്ടാളും എപ്പോഴും ഒരേ കമ്മിറ്റി ഓരോ കൊല്ലം അത് സ്ഥിരം മാറണം. ഞാൻ എൻ്റെ ഒരു പ്രത്യേക അഭിപ്രായം പറയാം. ഇപ്പൊ ഉള്ള കമ്മിറ്റി തുടരുക. കൂടെ വിജയകുമാറിനെയും പിന്നെ സുധീറിനെയും നമ്മുടെ കമ്മിറ്റിയിലേക്ക് പുതുതായി ആഡ് ചെയ്യാം. എന്നാൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ ഒരു ഈക്വൽ സ്പേസ് ആയി. സാരില്ല, ഒരു 9 ആളെ കമ്മിറ്റി ആയിക്കോട്ടെ, കുഴപ്പമില്ല. നാട്ടിൽ വർക്ക് ചെയ്യാനുള്ള ആള് നാട്ടിൽ വർക്ക് ചെയ്യാം. സുധീർ ഇപ്പൊ പറഞ്ഞ മാതിരി നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് നിയന്ത്രിക്കും. അതും കൂടി ആവുമ്പോ അതൊരു കുഴപ്പമില്ലാത്ത ഒരു തീരുമാനമാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അതെ, ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് മെമ്പർ കുവൈത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം. അതെ. അപ്പൊ അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാണ് ഈ കമ്മിറ്റി തുടരുന്നു. കൂടെ സുധീർ കുവൈത്തും വിജയകുമാറും ഈ കമ്മിറ്റിയിൽ പുതിയതായിട്ട് വരുന്നു. ഒരു അഭിപ്രായം പറയാനുള്ള എന്താണെന്ന് നമുക്കിവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് പറ്റുമെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കോളിലൂടെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് മീറ്റ് ചെയ്യാനൊന്ന് ട്രൈ ചെയ്യണം. അതിന്റെ ഫ്രീ ടൈമിന്റെ ഇടയിൽ ഇപ്പൊ സെറിൻ കുറച്ച് ലേറ്റ് ആയിട്ട് പറ്റുണ്ടാവുള്ളൂ. ജിത്തനായാലും അതേപോലെ മനോജ് ആയി കഴിഞ്ഞാലും വരാൻ ബുദ്ധിമുട്ടുള്ള
കണ്ടോ എല്ലാരും ഉണ്ട്. ജിത്തൻ, സുമേഷ്, പൂത്തു എൻ മനസ്സിൻ താഴ്വരയും പൂത്ത കാലം ജയരാജൻ ആണ്. അപ്പോൾ ജയരാജന് നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയാണ്. ജയരാജനെ ആദരിക്കാൻ നമുക്ക് കൈവന്ന ഈ അവസരം ഒരു ഭാഗ്യമായിട്ട് നമ്മളെല്ലാവരും കരുതുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ അഭിമാനമായ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ അച്ഛനായ ജയരാജനെ നമുക്ക് ആദരിക്കാൻ ഒരു സന്ദർഭം കൈവന്നു. അപ്പോൾ ജയരാജന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഭാര്യ, അങ്ങനെ കുടുംബത്തിലെ അമ്മ, എല്ലാവർക്കും നമ്മൾ ആദരം അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, എത്തിപ്പെടാത്തവർക്ക്, നമ്മളെ പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.